നിങ്ങൾ ഇന്നൊരു ഐഫോൺ ഷോപ്പിൽ പോയി മേടിക്കുകയാണെങ്കിൽ 1,00,000 രൂപ ചിലവ് വരും. ഇതേ ഐഫോൺ EMI വഴി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണെങ്കിൽ ടോട്ടൽ 1,50,000 കൊടുക്കേണ്ടി വരും. എന്തുകൊണ്ടായിരിക്കും ഈ ഡിഫറൻസ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇനിയിപ്പോൾ ഇതേ 1,00,000 നിങ്ങൾ ബാങ്കിൽ കൊണ്ടുപോയിടുകയാണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ അത് 1,10,000 ആയിട്ടുണ്ടാവും. ആ 10,000 എവിടെ നിന്ന് വരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നിങ്ങൾ തിയേറ്ററിൽ ഒരു സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ 100-130 രൂപയ്ക്കാണ് ഒരു ടിക്കറ്റ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇന്ന് അതേ തിയേറ്ററിൽ ഒരു സിനിമയ്ക്ക് പോകുമ്പോൾ 200-250 നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇറ്റ്സ് ടൈം വാല്യൂ ഓഫ് മണി. ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ. നമുക്കൊരു കഥ പറഞ്ഞു തന്നെ തുടങ്ങാം. 2 ഫ്രണ്ട്സ്, സെനുവും അനുവും. അനു ഫിനാൻഷ്യലി കുറച്ച് ബാക്ക്വേർഡാണ്. അപ്പം അനുവിന് 1,00,000 രൂപ ആവശ്യം വന്നപ്പോൾ സെനുവിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു. സെനു ഈ പറഞ്ഞ 1,00,000 അനുവിന് കടമായി കൊടുക്കുകയും ചെയ്തു. 2 വർഷം കഴിയുമ്പോൾ അനു പറയുന്നു, ഇതേ 1,00,000 നിനക്ക് ഞാൻ തിരിച്ചു തരാമെന്ന്. നിങ്ങളാണ് സെനുവെങ്കിൽ നിങ്ങളിത് സമ്മതിക്കും? ഒരിക്കലുമില്ല. അതിന് പറയാൻ സെനുവിന് മെയിനായിട്ട് 3 കാരണങ്ങളുണ്ടാവും. ഒന്ന്, ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം അഥവാ പർച്ചേസിങ് പവർ ഓഫ് മണി കുറഞ്ഞുകൊണ്ടേയിരിക്കും. പണ്ട് സ്കൂൾ വിട്ട് നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു പപ്സോ ഒരു ലൈമോ നിങ്ങൾക്ക് വേണമെങ്കിൽ 10 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുമായിരുന്നു. ഇന്ന് അതേ പപ്സോ ലൈമോ കുടിക്കണമെങ്കിൽ മിനിമം 25 രൂപ നിങ്ങൾ കൊടുക്കേണ്ടി വരും. അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പണത്തിൻ്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അടുത്ത കാരണം റിസ്ക്കാണ്. 2 വർഷം എന്ന് പറയുന്ന ഒരു ലോങ് പീരീഡ് അല്ലേ? 2 വർഷം കഴിയുമ്പോൾ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇങ്ങനെ തന്നെ ഉണ്ടാവണം എന്നുണ്ടോ? അല്ല, നീ ഇൻസോൾവെൻ്റ് ആയി പോയാലോ? അല്ല, മനുഷ്യൻ്റെ കാര്യമല്ലേ, നമ്മൾ ജീവനോട് ഉണ്ടാകുമോ എന്ന് പോലും ഉറപ്പില്ലല്ലോ. സോ 2 വർഷം കഴിഞ്ഞ് 1,00,000 രൂപ എനിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അൺസർട്ടനിറ്റി ഇല്ലേ? ഇന്നേ എനിക്ക് 1,00,000 കിട്ടിയാൽ ഞാൻ സേഫായി, എൻ്റെ കാശ് എനിക്ക് കിട്ടി. ഈ 2 വർഷം ഞാൻ കിട്ടുമോ എന്ന് ആലോചിച്ച് വെയിറ്റ് ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഒരു റിസ്ക് എടുക്കുന്നില്ലേ? ആ റിസ്കിന് എനിക്ക് എന്തെങ്കിലും റിട്ടേൺ വേണ്ടേ? അതുകൊണ്ടാണ് കുറച്ചധികം കാശ് ഞാൻ കൂടുതൽ നിന്നോട് ആവശ്യപ്പെടുന്നത്. 3ാമത്തെ കാരണമാണ് പൊട്ടൻഷ്യൽ ഫോർ ഏണിംഗ് അഥവാ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇതേ 1,00,000 ഞാൻ ഇന്ന് ബാങ്കിലോ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റിലോ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അവിടെ നിന്നൊരു റിട്ടേൺ കിട്ടില്ല. ആ ഒരു ഓപ്പർച്യൂണിറ്റി വേണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ നിനക്ക് പൈസ കടം തരുന്നത്. അപ്പോൾ അതേ എമൗണ്ട് തന്നെ 1 വർഷം കഴിഞ്ഞ് എനിക്ക് തിരിച്ചു തന്നാൽ എനിക്കിവിടെ ഒരു നഷ്ടമല്ലേ ഉണ്ടാകുന്നത്? ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് അനുവിൻ്റെ റിക്വസ്റ്റ് സെനു റിജക്റ്റ് ചെയ്യുന്നത്. എന്തൊക്കെയായിരുന്നു ആ കാരണങ്ങൾ? ഇൻഫ്ലേഷൻ, പണത്തിന് ഇന്നത്തെ പർച്ചേസിംഗ് പവർ നാളെ ഉണ്ടാവില്ല. 2, റിസ്ക്, ഫ്യൂച്ചറിൽ കാശ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഒരു അൺസർട്ടനിറ്റിയാണ്. 3, പൊട്ടൻഷ്യൽ ഫോർ ഏണിംഗ്, നമ്മൾ വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു ലാഭം നമ്മൾ വേണ്ടാന്ന് വെക്കുന്നുണ്ട്. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ടൈം വാല്യൂ ഓഫ് മണി എന്നുള്ള ഒരു കോൺസെപ്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. യെസ്, ടൈം ഹാവ് സം വാല്യൂ. ഇതേപോലെ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് സിമ്പിളായി ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒരു സീരീസാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തത്. നെക്സ്റ്റ് വീഡിയോയിൽ ഏത് ടോപ്പിക്കാണ് വേണ്ടതെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ദിസ് ഈസ് എൽദോസ് ജോൺ സൈനിങ് ഓഫ്. Bye.